ഓഫ്ലൈൻ ക്ലാസ് എന്നൊരു കാര്യം ഞാൻ മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എൻ്റെ മൈൻഡിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെനിക്കൊരു ഫുൾ ടൈം ജോബ് പോലെ ആവരുത് എന്നുള്ള ഒരു സ്കീമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മെന്റർഷിപ്പിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൺവീനിയന്റ് ആയിട്ട് ഓൺലൈൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും ട്രേഡിംഗ് നമുക്ക് ഓഫ്ലൈനിൽ പഠിക്കേണ്ട ആവശ്യകത ഉണ്ടോ? എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല പേഴ്സണലി. കാരണം ഓൺലൈനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പഠിച്ചാൽ കിട്ടുന്ന മാത്രമല്ല. ശരിയാണ്, നിങ്ങൾക്ക് എല്ലാം ലൈവായിട്ട് കാണാനൊക്കെ പറ്റും. പക്ഷേ ലൈവ് ക്ലാസ്സസും ലൈവ് ഓൺലൈൻ ക്ലാസ്സസും ഈ പറയുന്ന പോലെ നമ്മുടെ ലൈവ് ഓഫ്ലൈൻ ക്ലാസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഇന്ററാക്ഷൻസ് കൂടും, മെന്ററെ നേരിട്ട് കാണാനേ ഉള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ മെന്റർഷിപ്പിനെ പറ്റി ആലോചിക്കാത്തത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ മെന്റർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട് അല്ലെ. ടീം മാനേജ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പിന്നീട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നവും കൂടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു ജോബ് എന്ന രീതിയിലാവും അല്ലെ. അതായത് പിന്നെ നമ്മൾ അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യണം, അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം. അതായത് മെന്റർഷിപ്പിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ. അതായത് ഓവറോൾ എക്സ്പെൻസ് കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ ഫീസ്, മെന്റർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ അതായത് വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ റിയാലിറ്റി നമുക്ക് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസിന്റെ ആവശ്യകത ഇല്ല. ഇപ്പോൾ നമ്മൾ കൊറോണ ടൈമിൽ നമ്മൾ കണ്ടതാണ്, എന്താണ് ഈ പറയുന്ന പോലെ സ്കൂളുകളും കോളേജുകളും വരെ ഓൺലൈൻ ആയിരുന്നു. എന്നിട്ടാണ് എക്സാംസ് നടത്തി കഴിഞ്ഞത് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് വാസ്തവം. ബട്ട് എന്തുകൊണ്ടോ ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. മേ ബി അവർക്ക് കുറച്ച് അറ്റൻഷൻ സ്പാൻ, കുറച്ചുകൂടെ പേഴ്സണൽ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കേസിൽ എനിക്ക് എന്തായാലും ഓഫ്ലൈനിന് പ്ലാൻ ഇല്ല. ഞാനായിട്ട് ഒരിക്കലും ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യത്തുമില്ല. ഇൻ കേസ് ഇനി അങ്ങനെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ മെന്ററോ ആയിട്ടൊക്കെ കൊളാബ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ നടത്താം. അതും പക്ഷേ എത്ര കാലം കൊണ്ടുപോകുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ മെന്റർഷിപ്പ് താല്പര്യപ്പെടാത്തതിന് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ റീസൺസ്.